my dear students. I am my teacher. Welcome to my teacher physics classroom. Inspect nature in. അപ്പോൾ ഈ സെക്ഷനിൽ 11th ക്ലാസ്സിലത്തെ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ടഫ് സബ്ജക്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ 9th-ലോ 10th-ലോ എന്നിട്ട് നിങ്ങൾ കേൾക്കാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് മെത്തേഡ് മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ് എന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ്, ഇതെന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണത്. ഡിസ്റ്റൻസ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടി, നിങ്ങൾ എങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യുക. ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ആ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുമോ? ലാർജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യും? നിങ്ങൾ ടേപ്പ് യൂസ് ചെയ്യും അല്ലേ. ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് ലാർജ് ഡിസ്റ്റൻസ് നമുക്ക് അളക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എവിടം തൊട്ടിട്ട് എവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എർത്ത്, നമ്മുടെ ഭൂമി, എർത്ത് തൊട്ടിട്ട് സൺ വരെയുള്ള ദൂരം, അല്ലെങ്കിൽ എർത്ത് തൊട്ടിട്ട് സ്റ്റാർസ് വരെയുള്ള ദൂരം, അല്ലെങ്കിൽ എർത്ത് തൊട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് വരെയുള്ള ദൂരം. ഇതെങ്ങനെ നിങ്ങൾ മെഷർ ചെയ്യും? നിങ്ങൾക്ക് അവിടം വരെ പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. നിങ്ങൾക്ക് അവിടം വരെ പോകാൻ പറ്റില്ല. ഒരു തരത്തിലും നിങ്ങൾക്ക് ഇവിടുന്ന് റോക്കറ്റിലോ എങ്ങനെയെങ്കിലും പോയിട്ട് അത് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു തരത്തിലും പറ്റില്ല. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ അത് മെഷർ ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നല്ല അറ്റൻഷനിലൂടെ ഇരിക്കുക കേട്ടോ, സ്മാർട്ട് ആയിട്ട് ഇരിക്കുക. ഫസ്റ്റ് ലവ് ദ സബ്ജക്ട് ദെൻ സ്റ്റഡി, അതാണ് ഇവിടുത്തെ പോളിസി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? അപ്പൊ അത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കുറച്ച് ദൂരെയുള്ള ഒരു പോയിന്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണോ അത് വെച്ചിട്ട് നിങ്ങൾ അതിലെ ഒന്ന് നോക്കുക. അതായത് അത് കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക. ആ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യിപ്പിച്ചിട്ട് രണ്ട് കണ്ണുകൊണ്ട് നോക്കരുത്, ഒരൊറ്റ കണ്ണുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പൊ ആ പോയിന്റും നമ്മൾ വെച്ചിരിക്കുന്ന പെന്നും ഒരേപോലെ ഒരേ ഡയറക്ഷനിൽ ഇരിക്കണം. നമുക്ക് ആ പോയിന്റ് കാണാൻ പാടില്ല, അതേപോലെ വെക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഓപ്പൺ ദ ഐ ആൻഡ് നെക്സ്റ്റ് ക്ലോസ് ദ ഐ. അപ്പൊ മറ്റേ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്താ കാണുന്നത്? എന്താണ് ആ പോയിന്റ് ഈ പെൻസിൽ നിന്നും കുറച്ച് മാറിയിരിക്കുന്നതായിട്ട്. നെക്സ്റ്റ് ഐ ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാല് ആ പോയിന്റ് ഈ പെൻസിൽ അല്ലെങ്കിൽ പെന്നിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതായിട്ട് തോന്നുക. മനസ്സിലായോ? അതായത് ആ ഡിസ്റ്റൻസ്, അത് ആ എത്ര ഡിസ്റ്റൻസ് അവിടുന്ന് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിന്റെ ദൂരാണ്, അത്രയും ഡിസ്റ്റൻസ് ആണ് ആ പോയിന്റ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ രണ്ട് കണ്ണിന്റെയും ഇടയിലത്തെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കേസിലെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണിന്റെയും ഇടയിലത്തെ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിലാണ് അത് മാറിയത്. നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ തോന്നും. നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ ഒരൊറ്റ കണ്ണുകൊണ്ട് അടച്ചു കഴിഞ്ഞാല്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഒറ്റ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാല് അതിന് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആ ഷിഫ്റ്റിങ്ങിനെയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. പാരലാക്സ് കേട്ടോ. അപ്പൊ ഇവിടെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ, രണ്ട് ഒബ്സർവേഷൻ പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടിലും ഇവിടെ ഒരു ഒബ്സർവേഷൻ പോയിന്റ് ആയിരുന്നു, ഇവിടെ വേറൊരു ഒബ്സർവേഷൻ ആയിരുന്നു. രണ്ട് രീതിയിലും നമ്മൾ അത് ഒബ്സർവ് ചെയ്തു. അപ്പൊ അത് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പ്ലാനറ്റ് നമ്മളിവിടെ, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നോക്കുന്നത്, ഇതാണ് എർത്ത് എന്ന് കരുതുക. നമ്മളുടെ എർത്ത് ആണിത്. അപ്പൊ ഈ എർത്തിൽ നിന്നും ഈ സ്റ്റാർസിന്റെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? ഇവിടെ ഈ രണ്ട് കണ്ണുമാണ് അല്ലെ, രണ്ടെണ്ണോ, ഒരെണ്ണത്തിൽ നോക്കി മറ്റേ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐ വെച്ച് നോക്കി. അതേപോലെ തന്നെ രണ്ട് ഒബ്സർവേറ്ററീസ് വേണം. ഒന്ന് നമ്മൾ ഇവിടെയാണ് എടുക്കുന്നത് കേട്ടോ, എർത്തിന്റെ ഇവിടെ, അതാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്സർവേറ്ററി.
ആൻഡ് നെക്സ്റ്റ് രണ്ടാമത്തെ ഒബ്സർവേറ്ററി ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഡിസ്റ്റൻസ് ഇങ്ങനെ നോക്കുക, ടെലിസ്കോപ്പ് വെച്ചിട്ട് നോക്കുക. ഇതിനു ശേഷം ഇവിടുന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലത്തെ ആംഗിള് മെഷർ ചെയ്യുക. അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവർ മെഷർ ചെയ്യുന്നു. ദാറ്റ് ആംഗിൾ ഈസ് ആൽഫ. ആൽഫ എന്ന് പറയുന്നതാണ് അതിന്റെ ആംഗിള്. ഇത് നമുക്കറിയാം, ഈ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള എർത്തിലുള്ള രണ്ട് ഒബ്സർവേറ്ററീസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും. അതാണ് സ്മോൾ ലെറ്റർ ഡി എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് സ്മോൾ ലെറ്റർ ഡി? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്സർവേറ്ററീസ് കേട്ടോ. ആൻഡ് ഇഫ് ഡി, ക്യാപിറ്റൽ ഡി ഈസ് ദ ഡിസ്റ്റൻസ്, അപ്പൊ നമ്മൾ ഇത് രണ്ടും ഒരു ഇതില്, അതായത് ഇത്രയും ഡിസ്റ്റൻസിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ഡിസ്റ്റൻസും ഒരേപോലെയാണ് കരുതുന്നത് കേട്ടോ. അപ്പൊ ഇത് ഡി, ഇത് ഡി. അപ്പൊ ഈ ഡി, ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് സ്റ്റാർ ആൻഡ് അവർ എർത്ത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെ ഒരു റേഡിയസ് ആക്കി എടുത്തുകൊണ്ട്, അതായത് ഡി എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിളിന്റെ ഒരു പാർട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാല് നമ്മൾ എടുത്തു, ഇതാണ് ആംഗിൾ തീറ്റ, ദിസ് ഈസ് ദ ആർക്ക് ആൻഡ് ദിസ് ഈസ് ദ റേഡിയസ്. then what is the relation between these three? എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് ബൈ റേഡിയസ് എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ, ഒരു സർക്കിളിന്റെ ഒരു പാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഇക്വേഷൻ? ആൽഫ ഇസ് ഈക്വൽ ടു, പറയുക, ആൽഫ ഇസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി ആണ്. അപ്പൊ ഡി ബൈ ഡി എന്ന് എഴുതാം കണ്ടോ. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ നിന്നും ഡി ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡി ഡിവൈഡഡ് ബൈ ആൽഫ. അപ്പൊ നമുക്ക് ഇതിന്റെയും വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർ ആൻഡ് അവർ എർത്ത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഡയാമീറ്റർ ഓഫ് ദി സ്റ്റാർസും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇത് മാത്രമല്ല, ഡിസ്റ്റൻസ് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഡയാമീറ്റർ ഓഫ് ദി സ്റ്റാർസ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഡയാമീറ്റർ ഓഫ് ദി സ്റ്റാർസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അപ്പൊ ഇത് നമ്മളുടെ എർത്ത്, നമ്മൾ എടുക്കുന്നത് ഒരു ഇവിടെയാണ് ഒരു പ്ലാനറ്റ് കേട്ടോ. അപ്പൊ നേരത്തെ കണ്ടുപിടിച്ച സ്റ്റാർ തന്നെയാണ് കേട്ടോ. അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച സ്റ്റാർ തന്നെയാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ ഒബ്സർവേറ്ററിയിൽ നിന്നും ഈ രണ്ട് പോയിന്റിലേക്ക് നോക്കുന്നു കേട്ടോ. എ ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പറയാണ്. എ ആൻഡ് ബി ആർ ദ ടു പോയിന്റ്സ്, ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ഓൺ ദാറ്റ് സ്റ്റാർ. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ഡി ഈസ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർ ആൻഡ് എർത്ത് കേട്ടോ. ഇനി ഈ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ തീറ്റ ഇസ് ഈക്വൽ ടു, അപ്പൊ ഈ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ യൂസ് ചെയ്യുക, ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആർക്ക് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ്, റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് സർക്കിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഡി. അപ്പൊ ഇവിടെ ഡി ഇസ് ഈക്വൽ ടു ഡി തീറ്റ എന്ന് കിട്ടി കണ്ടോ. ഈ ഡി നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടുപിടിച്ചതാണ്. തീറ്റ എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് ദി സ്റ്റാർ എന്ന് പറയുന്നത് ഡി തീറ്റയാണ്. ഡി തീറ്റ മനസ്സിലായല്ലോ അതെങ്ങനെയാന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിയിലല്ല മെഷർ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ നോക്കാം കേട്ടോ. അപ്പൊ ഡിഗ്രീനെ നമ്മൾ റേഡിയൻ ആക്കണം. അത് എന്നിട്ട് ശേഷം നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് എന്തൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് 1 ഡിഗ്രി. ഇത് ഡിഗ്രി കേട്ടോ. ഇതെന്താ? മിനിറ്റ്. 1 മിനിറ്റ് ആൻഡ് 1 സെക്കൻഡ് ഇൻ റേഡിയൻസ്. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ റേഡിയൻസില്. അപ്പൊ അതെങ്ങനെ ഒരു റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് എന്താണെന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കി, ഇപ്പൊ ഇതാണ് ഒരു സർക്കിൾ എങ്കിൽ നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ആംഗിൾ എത്രയാ? 360 ഡിഗ്രി. ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ നമ്മള് 360 ഡിഗ്രി എന്ന് പറയാ കേട്ടോ. 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണെന്നറിയോ? 360 ഡിഗ്രി എന്ന് പറയുന്നത്
2 പൈ റേഡിയൻ. ഈ ഒരു റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 പൈ റേഡിയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താ വരിക? 2 പൈ ഡിവൈഡഡ് ബൈ 360 റേഡിയൻ. കണ്ടോ? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ 360 റേഡിയൻ. കണ്ടോ? അപ്പൊ അതിന്റെ വാല്യൂ ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാണ്. ഈക്വൽ ടു 180 റേഡിയൻ എന്ന് വരും. കണ്ടോ? എന്ന് പറയുന്നത് 3.14 ഡിവൈഡഡ് ബൈ 180 റേഡിയൻ. And it's a 1.74 into 10 raised to minus 2 റേഡിയൻ. കേട്ടോ? അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കണം. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണ് വന്നിരിക്കുന്നത്? 1.74 into 10 raised to minus 2 റേഡിയൻ. കേട്ടോ? ഇനി നമ്മളോട് നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? 1 മിനിറ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്? 1 മിനിറ്റ് ഓഫ് ആർക്ക്. കേട്ടോ? അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. 1 ഡിഗ്രിയും 1 മിനിറ്റും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് 1 ഡിഗ്രി. എത്രയാണ്? 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. അപ്പൊ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/60 ഡിഗ്രി. കണ്ടോ? 1/60 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/60 into 1.74 into 10 raised to minus 2 റേഡിയൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സോൾവ് ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 2.9 into 10 raised to minus 4 റേഡിയൻ ആണ് കേട്ടോ. 2.9 into 10 raised to minus 4 റേഡിയൻ ആയിരിക്കും കേട്ടോ. അതിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്രോക്സിമേറ്റ്ലി ആണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് വാല്യൂ 2.91 into 10 raised to minus 4 റേഡിയൻ എന്നാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ്, അത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. 60 സെക്കൻഡ് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/60 മിനിറ്റ്. which is equal to എന്ത് എഴുതാൻ പറ്റും? 2.91 into 10 raised to minus 4 divided by 60 റേഡിയൻ, which is equal to എന്താണ് അതിന്റെ ആൻസർ? നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.8 അപ്രോക്സിമേറ്റ്ലി 4.8 into 10 raised to minus 6 റേഡിയൻ ആണ് കേട്ടോ. പ്രോബ്ലം കൂടെ ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇത് സോൾവ് ചെയ്യാന്നുള്ളത് കേട്ടോ. നോക്കി, ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്. The moon is observed from two diametrically opposite points A and B on Earth. The angle theta subtended at the moon by the two directions of observation is 1 degree 54 minutes. And given the diameter of the Earth to the about 1.276 into 10 raised to 7 meter, compute the distance of the moon from the Earth. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഫ്രം ദ എർത്ത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇക്വേഷൻ എന്തായിരുന്നു? d is equal to d by theta അല്ലേ? d is equal to d by theta. ഇതിനകത്ത് നമ്മളോട് d ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും തന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് the diameter of the earth to about എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതാണ് d is equal to 1.276 into 10 raised to 7 മീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തീറ്റ എന്താന്ന് നോക്കണം. അപ്പൊ തീറ്റ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി, ഇത് ഇങ്ങനെ തന്നിരിക്കുന്നത് 1 ഡിഗ്രി 54 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ? റേഡിയനിലേക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഈ ഡിഗ്രി എന്ന് പറയുന്നത് എത്ര? 60 ആണെന്നറിയാം അല്ലെ? 60 മിനിറ്റ് ആണെന്നറിയാം. ഇവിടെ ഒരു 54 മിനിറ്റും കൂടെ ഉണ്ട്. രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ 140 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിനെ സെക്കൻഡ് ആക്കി മാറ്റണം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? പറയൂ. 60 സെക്കൻഡ്. അപ്പൊ 114 മിനിറ്റ് എന്ന് പറയുന്നത് 114 into 60 സെക്കൻഡ്. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് അതിനെ റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? എത്ര റേഡിയൻ ആണ്? 1 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര റേഡിയൻ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എത്രയാ? 4.8 അല്ലേ? അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എഴുതിയത്. ശരിക്കുള്ള വാല്യൂ 4.85 into 10 raised to minus 6
റേഡിയൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും വാല്യൂ എത്ര റേഡിയൻ ആയിരിക്കും? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മളുടെ തീറ്റ എന്ന് പറയുന്നത് 114 ഇൻറ്റു 60 ഇൻറ്റു 4.85 ഇൻറ്റു 10⁻⁻6. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഡി കണ്ടുപിടിക്കണം. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു d by theta, which is equal to 1.27 into 10⁻⁷ divided by ഇത് 114 into 60 into 4.85 into 10⁻⁻6. അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.8 into 10⁸ മീറ്റർ എന്നാണ്. അപ്പൊ മനസ്സിലായോ ഈ പ്രോബ്ലം? മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലം എന്താന്ന് നോക്കാം. പ്രോബ്ലം നോക്കൂ. The sun's angular diameter is measured to be. നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്താ തന്നിരിക്കുന്നത്? ഇത് സെക്കൻഡിൽ തന്നെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള കൺവേർഷൻ ഒന്നും പിന്നെ നടത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നേരത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് സെക്കൻഡിലേക്ക് ആക്കിയത്. അപ്പോൾ 1920 സെക്കൻഡ്. The distance d of the sun from the earth is 1.496 into 10⁻11 meter. What is the diameter of the sun? ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡയമീറ്റർ ഓഫ് ദി സൺ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ രണ്ടാമത് യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ് കേട്ടോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയുന്ന ഇക്വേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ഡി ബൈ ഡി എന്നാണ് അല്ലെ. തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി, ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് സ്മോൾ ലെറ്റർ ഡി ആണ്. അപ്പൊ ഡി തീറ്റയാണ് നമ്മളുടെ ചെയ്യേണ്ട ഇക്വേഷൻ കേട്ടോ. നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഇസ് ഈക്വൽ ടു ഡി തീറ്റയാണ്. അപ്പൊ ഇവിടെ ഡി തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം ദ സൺ എന്നൊക്കെ പറയണ, ഫ്രം ദ എർത്ത് എന്ന് പറയുന്നത് 1.496 ഇൻറ്റു 10⁻11 ആണ്. ഇനി തീറ്റ നോക്കണം. അപ്പൊ ഇത് നോക്കി, ഇത് ഓൾറെഡി ഇത് സെക്കൻഡിൽ തന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല, അതിനെ റേഡിയൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1920 ഇൻറ്റു 4.85 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. അപ്പോൾ ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 1.39 ഇൻറ്റു 10⁻9 മീറ്റർ എന്നായിരിക്കും നമുക്ക് കിട്ടുക. പ്രോബ്ലംസ് അപ്പം ഇവിടെ 3 പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 3 പ്രോബ്ലംസ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അത് മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രസ് ദ ബെൽ ബട്ടൺ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് കേട്ടോ. അപ്പോൾ ഫിസിക്സ് വളരെ ഈസിയാണ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ കാണുന്നത് വരെ ബൈ.